ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായിരിക്കില്ല ഈ അന്വേഷണം ദേവസ്വം വിജിലൻസ് കൊണ്ടുപോകുന്നത്. ഈ സ്പോൺസർമാരായിട്ട് അന്ന് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഉണ്ടായിരുന്ന അനന്ത സുബ്രഹ്മണ്യൻ, രമേശൻ എന്നിവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകും. അതിൽ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. 2019 അന്ന് കൊണ്ടുപോകുമ്പോൾ ഈ സ്വർണ്ണപ്പാളി അല്ല, അത് ചെമ്പുപാളിയായിരുന്നു, അത് താൻ കൂടി അതിന് സാക്ഷിയാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യൻ നടത്തിയിരിക്കുന്നത്. തന്നെയും ദേവസ്വം വിജിലൻസ് വിളിച്ചിരുന്നു. ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ താൻ അവരെ മുമ്പാകെ പോകുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം നടക്കുമ്പോഴാണ് ഈ വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് എത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. പക്ഷേ അപ്പോഴും ഒരു പ്രധാന പ്രശ്നമെന്നുള്ളത് എഫ്ഐആർ ഇട്ട് പരിശോധിക്കാനുള്ള അധികാരമൊന്നുമില്ലാത്ത ചെറിയൊരു വിഭാഗം മാത്രമാണ് ഈ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത്. ഒരു SP-യും 3 SI-മാരും മാത്രമുള്ള ഒരു വിഭാഗം. അവരുടെ അന്വേഷണം കൊണ്ട് ഇതിന്റെ സമഗ്രമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും പുറത്തുവരില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. പ്രത്യേക അജണ്ട വെച്ചുകൊണ്ടുള്ള യോഗമല്ല, അനൌദ്യോഗികമായിട്ട് യോഗം ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ മേൽശാന്തിമാരുടെ അഭിമുഖം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. അതിനിടയിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവും വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും യോഗം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമഗ്രമായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമ്പോൾ അതിന് വേണ്ട തീരുമാനങ്ങൾ, അത് ഏത് രീതിയിൽ വേണം, അതിനുവേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാളത്തെ യോഗത്തിൽ വിശദമായിട്ട് അവർ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ നിരവധിയാണ്. അതുപോലെ തന്നെ പലവിധ സംശയങ്ങളുണ്ട്. ഇയാൾക്ക് പല ഉന്നതരുമായും ഒക്കെ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കടക്കുമെന്നും കൂടി കരുതേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഈ സ്വർണ്ണപ്പാളിയാണോ അതോ ചെമ്പ് പാളിയാണോ ഈ കൊടുത്തുവിട്ട് എന്നുള്ള കാര്യത്തിൽ വേണം സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ 1999 അന്ന് വിജയ് മല്യ സ്വർണം പൂശിയതിൽ ഉൾപ്പെടെ അതിന്റെ രേഖകളടക്കം വേണം. അത് തൊട്ട് ഈ 2025 വരെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ വേണം ദേവസ്വം വിജിലൻസിനെ ശേഖരിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ അത് ഈ പറയുന്ന സമയത്തിനുള്ളിൽ അതെല്ലാം നടക്കുമെന്നുള്ള കാര്യം സംശയമാണ്. വിജയ് മല്യ സ്വർണം പൂശിയതിന്റെ രേഖകൾ എക്സിക്യൂട്ടീവ് ഓഫീസിലടക്കം പരിശോധന നടത്തിയിട്ടും ദേവസ്വം വിജിലൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വെല്ലുവിളിയായിട്ട് അവരുടെ മുമ്പിലുണ്ട്. കാരണം അന്ന് ഏത് രീതിയിലാണ് ഇത് നടത്തിയതുള്ള കാര്യത്തിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ദേവസ്വന്റെ പക്കലും ഇല്ല. അപ്പോൾ അതൊക്കെ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഇവരെല്ലാം നൽകുന്ന മൊഴിപ്രകാരം 2019 അന്ന് ഓഗസ്റ്റ് 29 ഈ ചെന്നൈയിൽ വെച്ച് കാണുമ്പോൾ അത് ചെമ്പായിരുന്നുവെന്ന് മുൻ തിരുവാഭരണ കമ്മീഷണർ അടക്കം അറിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ് അത് വീണ്ടും വിവാദമായത്. അതുകൊണ്ട് അത് സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയോ ആണോ എന്നതടക്കം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ പ്രതികരണത്തിലും അത് തന്നെയാണ് പറയുന്നത്. തങ്ങൾക്ക് ഈ ശബരിമലയിൽ നിന്ന് അത് ഇളക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ചെമ്പുപാളി എന്ന് തന്നെയാണ്. അയ്യപ്പനെ സേവിക്കാൻ കിട്ടിയ ഒരു അവസരമായി കണ്ടുകൊണ്ടാണ് ഈ അതിന് സ്പോൺസറായിട്ട് നിൽക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യമാണ് അനന്ത സുബ്രഹ്മണ്യൻ പറയുന്നത്. അനന്ത സുബ്രഹ്മണ്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും രമേശും ചേർന്നാണ് അന്നതിനു വേണ്ടി സ്പോൺസർഷിപ്പ് ഒക്കെ നടത്തിയത്. എന്തായാലും അനന്ത സുബ്രഹ്മണ്യത്തെയും വിജിലൻസ് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വരാനായിരിക്കും ആവശ്യപ്പെടുക. അതെ, ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ ഒരല്പമെങ്കിലും വ്യക്തത വരണമെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ മറ്റോ വിജിലൻസ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ സനൂപ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളിൽ നിന്ന് വിജിലൻസ് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കും. അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ല. വിളിപ്പിച്ചാൽ പോയല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം മാത്രമാണ്. എന്തായാലും അടിയന്തരമായിട്ട് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത് തീർച്ചയായിട്ടും ഈ വിജിലൻസിന് മുമ്പാകെ ഹാജരാകാൻ തന്നെയായിരിക്കും. അത് വിശദമായിട്ട് വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയും. പക്ഷേ എന്നാൽ പോലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള സത്യം തെളിയണമെങ്കിൽ UDF ഒക്കെ ആവശ്യപ്പെടുന്നത് പോലെ സമഗ്രമായിട്ടുള്ള അന്വേഷണം തന്നെ ഇതിൽ വേണ്ടിവരും. CBI അന്വേഷണം വേണമെന്നാണ് UDF ഒക്കെ ആവശ്യപ്പെടുന്നത്. ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര്, അംഗങ്ങൾ, അതേപോലെ ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാർ, ഇവരെയൊക്കെ വിശദമായിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരൂ